മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ പതനം പൂർണ്ണമാകുന്നു. ഹിന്ദുത്വ ആശയങ്ങളിൽ അടിയറവ് വെച്ച് കോൺഗ്രസിനൊപ്പം പോയ അവശേഷിക്കുന്ന ശിവസേനയെയും പൂർണ്ണമായി വിഴുങ്ങാൻ ഒരുങ്ങുകയാണ് BJP. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഉദ്ധവ് പക്ഷത്തെ 7 പാർലമെന്റ് അംഗങ്ങൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെയും ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെയും പാളയത്തിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശിവസേന UBT വിഭാഗത്തിലെ 7 MPമാരാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത്. പാർട്ടി വക്താവ് ആനന്ദ് ദുബെ ഈ വാർത്തകളെ നിഷേധിക്കാൻ ശ്രമിക്കുകയും ഇതിനെ ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ ടൈഗർ തുടങ്ങിയ പേരുകൾ വിളിച്ച് പ്രതിരോധിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ BJP നേതാവ് റാം കദം ഇതിന് നൽകിയ മറുപടി ഉദ്ധവ് പക്ഷത്തിന്റെ നെഞ്ചകം പിളർക്കുന്നതായിരുന്നു. മമതാ ബാനർജിയെ പോലെ സ്വന്തം ആശയങ്ങൾ വിറ്റുതുലച്ച ഉദ്ധവ് താക്കറെക്ക് ഇനിയും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും ആ പാർട്ടിയിലെ മുഴുവൻ നേതാക്കളും ഉടൻ തന്നെ അവരെ വിട്ടുപോകുമെന്നും BJP കൃത്യമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ബാൽ താക്കറെയുടെ ഹിന്ദുത്വ ആശയങ്ങളെ ഒറ്റിക്കൊടുത്ത് അധികാരത്തിന് വേണ്ടി ഉദ്ധവ് താക്കറെ മതേതര പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയതാണ് ഈ ഒരു അതിദാരുണമായിട്ടുള്ള തകർച്ചയുടെ യഥാർത്ഥ കാരണം. ഇതിൽ പ്രതിഷേധിച്ച് 2022 ഏകനാഥ് ഷിൻഡെ യഥാർത്ഥ ശിവസേനയുമായി പുറത്തുവരികയും BJPയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് മഹാരാഷ്ട്ര കണ്ടത് BJP ഷിൻഡെ സഖ്യത്തിന്റെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റമാണ്. ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയും ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയുമായി ഭരിക്കുന്ന ഇന്നത്തെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ പ്രസക്തി പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇതിന് പിന്നിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ്. വരാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള BMC തെരഞ്ഞെടുപ്പുകൾക്കും പ്രാദേശിക പോരാട്ടങ്ങൾക്കും മുൻപായി ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നതാണ് NDA അഥവാ മഹായുതി സഖ്യത്തിന്റെ ലക്ഷ്യം. വികസന ഫണ്ടുകൾക്കും സുരക്ഷിതമായ രാഷ്ട്രീയ നിലനിൽപ്പിനും വേണ്ടി MPമാർക്ക് ഇന്ന് ആശ്രയിക്കാൻ കഴിയുക ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ മാത്രമാണ്. ആശയപരമായി തകർന്നുപോയ സ്വന്തം അടികൾ പോലുമില്ലാത്ത ഒരു പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് ജനപ്രതിനിധികൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു തിരുത്തൽ പ്രക്രിയ മാത്രമാണ്. യഥാർത്ഥ മറാഠി മാനൂസ് വോട്ടുകൾ ഇന്ന് പൂർണ്ണമായും ഷിൻഡെ BJP ദേശീയ സഖ്യത്തിലേക്ക് ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം പിതാവിന്റെ ആശയങ്ങളെ അധികാരത്തിന് വേണ്ടി പണയം വെച്ച ഒരു നേതാവിന് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണത്. ഈ 7 MPമാർ കൂടി പോകുന്നതോടെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ എന്ന പേര് ഒരു രാഷ്ട്രീയ ഓർമ്മ മാത്രമായി മാറും. ഹിന്ദുത്വ വിരുദ്ധ ചേരിക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് BJPയും മഹായുതി സഖ്യവും മഹാരാഷ്ട്രയെ അജയ്യമായ ഒരു ദേശീയ കോട്ടയായി മാറ്റിക്കഴിഞ്ഞു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.